നോമ്പെടുക്കുന്നത് തിരുസഭാഗാത്രമാണ് എന്നതാണ് എൻ്റെ കാര്യം. ഞാനും അല്ല, നീയും അല്ല, പകരം പരിശുദ്ധ സഭാഗാത്രമാണ് നോമ്പെടുക്കുന്നത്. ചിലപ്പോൾ അമ്മമാരൊക്കെ ഇപ്പം ചിക്കൻ കറിക്കായിരിക്കും അവര് നോമ്പെടുത്തിരിക്കുന്നത്. എന്നാൽ ചിക്കൻ കറി ചിലപ്പോൾ വീട്ടിൽ ഉണ്ടാക്കേണ്ടതായിട്ട് വരുന്നു. അപ്പൊ അതിന്റെ ചാറ് ഉപയോഗിച്ച് അവർ ഭക്ഷണം കഴിക്കുന്നു. അത് കുഴപ്പമില്ല, ചാറ് ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല, ഞാൻ കഷ്ണം കഴിച്ചില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അത് എത്രത്തോളം പണ്ട് കാലത്ത് ചില സന്യാസിമാരൊക്കെ ഭക്ഷണം കഴിക്കാൻ പോകുന്നതിന് തന്നെ പറഞ്ഞിരുന്നത് കഴുതയെ തീറ്റാൻ കൊണ്ടുപോവാണ് എന്നൊക്കെയാണ്. എന്ന് പറഞ്ഞാൽ കഴുതയാകുന്ന ശരീരത്തെ തീറ്റ കൊടുക്കുക. ഇതിന് ആവശ്യമൊന്നുമില്ല. ശരീരം ചുമ്മാ എപ്പോഴും തീറ്റയുടെ പുറകെ, കുടിയുടെ പുറകെ, ആനന്ദങ്ങളുടെ പുറകെ നടക്കുന്ന ഒരു സാധനം. അങ്ങനെയൊക്കെ നോമ്പ് പൊട്ടിപ്പോവാന്ന് പറയും അല്ലെ? നോമ്പ് പൊട്ടിപ്പോകുന്നവർക്ക് അത് എങ്ങനെ വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പറ്റുമോ, അല്ലെങ്കിൽ അതിന്റെ ഒരു ചൈതന്യം അവർക്ക് അവിടെ നഷ്ടപ്പെട്ടു പോവാണോ? അതിന്റെ ഒരു ഇപ്പം നോമ്പിനാണോ പ്രസക്തി കൂടുതൽ അതോ ഉപവാസത്തിനാണോ? സഭ ഉപവാസ ദിവസങ്ങളായി പ്രഖ്യാപിച്ചിരിക്കുന്ന ദിവസങ്ങളിലെ ഉപവാസം എടുക്കേണ്ടതുണ്ട്. പക്ഷേ ഈ നോമ്പ് എടുക്കുമ്പോഴും ഉപവാസം എടുക്കുമ്പോഴും നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തെ നമ്മൾ ഒരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശിക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അതിലൂടെ നമ്മൾ ഒരു ആത്മവിശുദ്ധീകരണം നമ്മൾ പ്രാപിക്കുന്നു. ഇത് എത്രത്തോളം ശരിയാണത്? എന്നാൽ നോമ്പെടുക്കാൻ ഉത്തരവാദിത്വമില്ലാത്ത ആളുകളുണ്ട്. എന്ന് പറഞ്ഞാൽ കുഞ്ഞുകുട്ടികൾ, രോഗശൈലിയിൽ കിടക്കുന്ന ആളുകൾ. ഈ നോമ്പെടുക്കുന്നതും അതോടൊപ്പം തന്നെ ഈ ദണ്ഡവിമോചനവും, നോമ്പും ദണ്ഡവിമോചനവും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതെന്താ? അതൊരു പ്രധാനപ്പെട്ട ഏരിയ. ഇങ്ങനെ കഴിക്കുന്നു, ഒരു കഴിഞ്ഞ നോമ്പ് നന്നായിട്ട് എടുത്താൽ, പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്റെ കാര്യം ഇങ്ങനെയായി, ഇതുകൊണ്ടെന്താ കാര്യം എന്ന മട്ടിലൊക്കെ ആളുകൾ ചിന്തിക്കാറുണ്ട്. നമസ്കാരം. ഇത് നോമ്പിന്റെ കാലഘട്ടമാണ്. തീർച്ചയായും സാധാരണക്കാർക്ക് ഈ നോമ്പിന്റെ കാലഘട്ടത്തിൽ ഒത്തിരിയേറെ സംശയങ്ങളും ചോദ്യങ്ങളും എല്ലാം ഉണ്ടാകും. ഇന്ന് സിംടോക്സിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് സാധാരണക്കാർക്ക് ഉണ്ടാകുന്ന സംശയങ്ങളും ചോദ്യങ്ങളും എല്ലാമാണ്. ഇന്ന് എൻ്റെ കൂട്ടത്തിൽ അതിഥിയായിട്ടുള്ളത് പാലക്കാട് രൂപതയിലെ വൈദികനായിട്ടുള്ള ഫാദർ ഡോക്ടർ അരുൺ കലമറ്റത്തിൽ അച്ഛനാണ്. അച്ഛാ, സ്വാഗതം. അച്ഛാ, ഇതിപ്പം നോമ്പിന്റെ കാലഘട്ടമാണ്. അപ്പം തീർച്ചയായും ഒത്തിരിയേറെ ആളുകൾ, പ്രത്യേകിച്ച് കത്തോലിക്ക വിശ്വാസികളായിട്ടുള്ള വ്യക്തികളെല്ലാം നോമ്പെടുക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം, പലരും മാംസം വർജിക്കുന്നതിനുപരിയായിട്ട് ചിലർ സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറി നിൽക്കുന്നു, അല്ലെങ്കിൽ TV കാണുന്നതിൽ നിന്ന് മാറി നിൽക്കുന്നു. അപ്പം അത്തരത്തിലുള്ള നോമ്പെടുക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പം ചിലരാണെങ്കിൽ വെജിറ്റേറിയൻ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം അവർക്കൊക്കെ ഈ ഒരു മാംസം അവർ കഴിക്കുന്നില്ല. അപ്പം അവർ മറ്റ് ഏത് രീതിയിലൊക്കെയാണ് അവർക്ക് നോമ്പെടുക്കാനായിട്ട് സാധിക്കുന്നത്? അതോടൊപ്പം തന്നെ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ ഈ സോഷ്യൽ മീഡിയയിൽ നിന്നും, മൊബൈൽ ഫോണിൽ നിന്നും, TV-യിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നത് അതൊരു നോമ്പാണോ യഥാർത്ഥത്തിൽ? നല്ല ചോദ്യമാണ്. ഇപ്പം ഈ അടുത്ത കാലങ്ങളിലൊക്കെ ഞാനും ധാരാളമായി ശ്രദ്ധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് യുവജനങ്ങളുടെ ഇടയിൽ, നോമ്പെടുക്കാനൊക്കെ ആഗ്രഹിക്കുന്ന യുവജനങ്ങളുടെ ഇടയിൽ അവർക്ക് ഒത്തിരി അഡിക്ഷനുള്ള സാധനങ്ങളെ ഉപേക്ഷിക്കാനായിട്ടുള്ള ശ്രമം നടത്താറുണ്ട്. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് തുടങ്ങിയ കാര്യങ്ങൾ, മൊബൈൽ. അപ്പോൾ അതിൽ നിന്നൊക്കെ ഞാൻ നോമ്പുകാലമായതുകൊണ്ട് ഇനി വാട്സാപ്പ് ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടികളെയൊക്കെ ഞാൻ കണ്ടത്. പൊതുവിൽ ആളുകൾക്ക് എന്തിനുള്ളതാണ് നോമ്പ്, എന്താണ് നോമ്പിന്റെ ഉള്ളിലുള്ളത്, അതിന്റെ സഭാത്മക വശത്തെക്കുറിച്ചുള്ള ഒരു അവ്യക്തതയിൽ നിന്നാണ് ഈ നോമ്പിനെ കുറിച്ചുള്ള ധാരണകളൊക്കെ രൂപപ്പെടുത്തിയേക്കുന്നത്. ശരിക്കും എന്താണ് നോമ്പ് എന്ന് പറഞ്ഞാലേ നമുക്ക് ഇത് ശരിയാണോ എന്ന് അറിയാൻ പറ്റുള്ളൂ. അഥവാ ആരാണ് നോമ്പെടുക്കുന്നത് എന്നതിനെ കുറിച്ചൊരു ധാരണ ആവശ്യമുണ്ട്. നോമ്പിനെ കുറിച്ച് നമ്മൾ പൊതുവിൽ കേൾക്കുന്നത് നമ്മുടെ ആത്മവിശുദ്ധീകരണത്തിനാണ് എന്നാണല്ലോ. നമ്മൾ ചെയ്തു പോയ പാപങ്ങൾ, അവയുടെ അവമോചനമൊക്കെ നമ്മൾ നേടുന്നു. ഒപ്പം എന്നാലും പരിഹാരം ചെയ്യപ്പെടേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. ചിലതിനെ നമുക്ക് പരിഹാരം ചെയ്യാൻ പറ്റില്ല. ഉദാഹരണത്തിന് ഒരാൾക്ക് ഒരു ചീത്തപ്പേരുണ്ടാക്കി, നമ്മൾ അനുദപിക്കുകയും കുമ്പസാരിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ ആ ചീത്തപ്പേരുണ്ടാക്കിയത് എവിടെയൊക്കെ സ്പ്രെഡ് ചെയ്തു പോയിരിക്കും നമുക്ക് അറിഞ്ഞുകൂടാ. ആ ആളോട് മാപ്പ് പറയുന്നതോടുകൂടെയോ, അല്ലെങ്കിൽ എനിക്കറിയാവുന്ന 2-3 പേരോട് ഞാൻ വെറുതെ പറഞ്ഞതായിരുന്നു എന്ന് പറയുന്നതോടെയും പ്രശ്നം തീരില്ല. പ്രശ്നം കിടക്കുന്നത് ഇതങ്ങ് നമ്മുടെ കയ്യിൽ നിന്ന് പോയി എന്നുള്ളിടത്താണ്. അപ്പൊ അതിനൊരു പരിഹാരം ആവശ്യമുണ്ട്. ഈ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ പാപവും സമൂഹത്തിൽ, പ്രപഞ്ചത്തിൽ, ദൈവമായിട്ടുള്ള ബന്ധത്തിലൊക്കെ വരുത്തി വയ്ക്കുന്ന ക്രമഭംഗങ്ങൾ എന്ന് പറയുന്ന കാര്യമുണ്ട്. അതാണ് ടെക്നിക്കൽ ടൈം. ക്രമഭംഗങ്ങളുണ്ട്. അപ്പൊ അത് പരിഹരിക്കാനുള്ള ഒരു ശ്രമമാണ് ഈ നോമ്പിനകത്തുള്ളത്. അപ്പം ചില മതങ്ങളിലൊക്കെ നോമ്പിനെ വെറുതെ ഒരു ശരീരപോഷണത്തിന്റെ കാര്യമായിട്ട്, അത് ഭയങ്കര ഹെൽത്തിന് നല്ലതാണെന്നൊക്കെ പറഞ്ഞൊക്കെ അവതരിപ്പിക്കാറുണ്ട്. ഇതിനൊരു ആത്മീയ വശമാണുള്ളത് എന്ന് നമുക്കറിയാം. ഇനി ഇത് ഒരാളുടെ വ്യക്തിപരമായ ആത്മീയ വശമാണ്. അപ്പം ഞാൻ എൻ്റെ പാപങ്ങളെ ഓർത്ത് ഞാൻ പശ്ചാത്തപിച്ചു, കുമ്പസാരിച്ചു. അപ്പം എന്നിട്ട് ഞാൻ അതിൻ്റെ പരിഹാരം ചെയ്യുന്നു, ഞാൻ എന്നിട്ട് സ്വർഗത്തിൽ പോകുന്നു. ഇങ്ങനൊരു വശം അതിനുണ്ട്, ആത്മവിശുദ്ധീകരണത്തിൻ്റെ വശം അതിനുണ്ട്. പക്ഷേ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം
ഈ നോമ്പിനുണ്ട്. എന്താണെന്ന് വെച്ചാൽ അത് അതിൻ്റെ സഭാത്മക മാനമാണ്. യഥാർത്ഥത്തിൽ അതാണ് അതിൻ്റെ കേന്ദ്രം. ഒരാള് നോമ്പെടുക്കുന്നത് ഒറ്റയ്ക്കല്ല എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. ചിലപ്പോൾ നമ്മൾ ചോദിക്കുന്നത്, നീക്ക് നോമ്പുണ്ടോ? എനിക്ക് ഇത്തവണ ഞാൻ നോമ്പെടുത്തില്ല, അടുത്ത വർഷം എടുക്കാൻ പോകുന്നൊക്കെ ആളുകൾ പറയുന്നത്. നോമ്പെടുക്കുന്നത് തിരുസഭാഗാത്രമാണ് എന്നതാണ് അതിൻ്റെ കാര്യം. ഞാനും അല്ല, നീയും അല്ല, പകരം പരിശുദ്ധ സഭാഗാത്രമാണ് നോമ്പെടുക്കുന്നത്. തിരുസഭയുടേതാണ് നോമ്പ്. സഭയാണ് നോമ്പിലേക്ക് പ്രവേശിക്കുന്നത്. തിരുസഭ എന്ന് പറയുന്നത് മിശിഹായുടെ ശരീരത്തിൽ ഒട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്ന അവയവങ്ങളായി തീർന്നിട്ടുള്ള നമ്മളെല്ലാം കൂടി കൂടി ചേരുന്നതാണ് പരിശുദ്ധ സഭ. അപ്പൊ തിരുസഭ ഈ പ്രപഞ്ചത്തിലെ ഭൗമിക സഭ ഈ ഭൗമിക ജീവിതത്തിൽ ആയിരിക്കുമ്പോൾ കടന്നു പോകുന്ന പ്രലോഭനങ്ങളുണ്ട്, തിന്മകളുണ്ട്. എന്ന് വെച്ചാൽ നിരന്തരമായി സാത്താനെതിരെയും തിന്മയ്ക്കെതിരെയുമുള്ള ഒരു യുദ്ധത്തിലാണ് പരിശുദ്ധ സഭ, ഭൗമിക സഭ എപ്പോഴും. കാലക്രമത്തിൽ നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചു പോകുമ്പോൾ നമ്മൾ കടന്നു പോകുന്ന വിവിധ സാഹചര്യങ്ങൾ നമ്മളെ രോഗാതുരമാക്കും, പാപകരമാക്കും, നമ്മുടെ ശക്തി ക്ഷയിക്കും. അപ്പൊ നമ്മൾ അങ്ങനെ തളർന്നു പോകുമ്പം വീണ്ടും സഭാഗാത്രം ശക്തി പ്രാപിക്കാനും വീണ്ടും ശുദ്ധി ചെയ്യപ്പെടാനും വന്നുപോയ തെറ്റുകൾക്ക് ഈ ഭൂമിയിൽ തന്നെ പരിഹാരം ചെയ്ത് സ്വർഗരാജ്യത്തെ ലക്ഷ്യമാക്കി നീങ്ങാനും ഒക്കെ പീരിയോഡിക്കലായി സഭ നടത്തുന്ന ഒരു തിരിഞ്ഞുനോട്ടവും ഒരു വിശുദ്ധീകരണവും ഒക്കെയാണ്. അപ്പൊ അതുകൊണ്ട് ഇത് സഭയുടെ നോമ്പാണ്, പരിശുദ്ധ സഭയുടെ നോമ്പാണ്. നമ്മൾ അതിന്റെ ഭാഗവാക്കുകൾ മാത്രം. അപ്പൊ അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ധാരണയില്ലാത്തപ്പോഴാ ഞാൻ നോമ്പെടുക്കേണ്ട, നീ ഉണ്ടോ എന്ന് ചോദിക്കേണ്ടി പോലും വരുന്നത്. അങ്ങനെ ചോദിക്കാൻ പോലും പാടില്ല. കാരണം ഇത് നമ്മളെല്ലാവരും നിർബന്ധമായും സഭയുടെ അവയവമാണ് എങ്കിൽ എടുത്തു പോകേണ്ടതാണ്. നമ്മൾ ഈശോയുടെ ശരീരത്തിന്റെ ഭാഗമാണെങ്കിൽ ആ ശരീരം, ഉദാഹരണത്തിന് എൻ്റെ ഈ ശരീരം നോമ്പെടുക്കാൻ തീരുമാനിക്കുമ്പോൾ കൈക്ക് പറയാണ്, ഞാൻ ഇത്തവണ നോമ്പില്ല, നീ മറ്റേ കൈ വേണമെങ്കിൽ എടുത്തോ, അല്ലെങ്കിൽ ഈ കൈ എടുത്തിട്ടുണ്ട്, ഈ കൈ എടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത് മീനിങ്ലെസ് ആണ്. നമ്മൾ പലപ്പോഴും വല്ലാതെ ഫ്രാഗ്മെന്റഡ് ആയതുകൊണ്ടും ഞാൻ എൻ്റെ ലോകം, എൻ്റെ ആത്മാവ്, എൻ്റെ ആത്മീയത, എൻ്റെ സ്വർഗം എന്ന് വിചാരിക്കുന്നത് കൊണ്ട്, തെറ്റിദ്ധരിക്കുന്നത് കൊണ്ടാണ് ആളുകൾ ഇങ്ങനെ ചോദിക്കുന്നത് പോലും. അപ്പം പറഞ്ഞു വന്നത് തിരുസഭയാണ് നോമ്പെടുക്കുന്നത്, സഭാഗാത്രമാണ് നോമ്പെടുക്കുന്നത്, അല്ലാണ്ട് വ്യക്തികളല്ല. അപ്പൊ നോമ്പ് അങ്ങനെ പറയുമ്പോഴും ഇപ്പം ഈ തിരുസഭ എടുക്കുന്നു, അപ്പൊ വ്യക്തിപരമായിട്ട് ഞാനാണല്ലോ നോമ്പ് എടുക്കുന്നത്. അപ്പം ഈ സഭയോട് ചേർന്ന് ഇരിക്കണമെങ്കിൽ ഞാൻ സഭയുടെ നിയമം ഒരു എങ്ങനെ എടുക്കണമെന്ന് അതൊരു നിയമമാണോ ഇത്? അതാണ് ഞാൻ പറയാൻ വന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇത് സഭാഗാത്രമായതുകൊണ്ടാണ് തിരുസഭ നമുക്ക് ഇങ്ങനെ നോമ്പ് ആചരിക്കാം എന്ന് തീരുമാനിക്കുന്നത്. അല്ലെങ്കിൽ സഭ പറയും ഓരോരുത്തരും അവർക്ക് ഇഷ്ടമുള്ളതുപോലെ നോമ്പെടുക്കട്ടെ, ഇഷ്ടമുള്ള സമയത്ത് എടുക്കട്ടെ. പക്ഷെ നമുക്ക് അങ്ങനെയല്ല, ഒരു നിയതമായ സമയമുണ്ട്. ആ സമയത്തിനകത്താണ് ഔദ്യോഗികമായ നോമ്പ്. ഓരോരുത്തരും പേഴ്സണലായിട്ട് എടുക്കുന്നതിന് മറ്റൊരു കാര്യം. ഈ ഔദ്യോഗികമായ നോമ്പ് ഇപ്പോൾ ഉദാഹരണത്തിന് 40 ദിവസത്തെ നോമ്പിലേക്ക് പ്രവേശിക്കുന്നു. അത് ഈശോ മിശിഹായുടെ ആരംഭത്തിൽ ഈശോ നടത്തിയ തന്റെ രക്ഷാദൗത്യത്തിന്റെ ഒരുക്കത്തിന്റെ ഒപ്പം ഇസ്രായേൽ ജനത്തിന്റെ കടന്ന് മരുഭൂമിയിലൂടെയുള്ള സഞ്ചാരത്തിന്റെ ഒക്കെ തുടർച്ചയായിട്ട് ഈശോ കൊണ്ടുവരുന്ന രക്ഷയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ അത് തിരുസഭ നീതമായ ഒരു സമയത്ത് നീതമായ ഒരു വിധത്തിൽ ആ നോമ്പെടുക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മളെല്ലാവരും ആ സഭയുടെ നോമ്പിനകത്ത് പങ്കുചേരേണ്ടവരാണ്, പങ്കുചേരാൻ ബാധ്യസ്ഥരുമാണ്. ഇനി അപ്പോഴാണ് സഭ എന്ന് നോമ്പെടുക്കുന്നു അന്ന് നമ്മൾ നോമ്പെടുക്കണം. സഭ എങ്ങനെ നോമ്പെടുക്കാൻ ആവശ്യപ്പെടുന്നു ആ വിധത്തിൽ നമ്മൾ എടുക്കണം. ഉദാഹരണത്തിന് മാംസവർജനം സഭ ആവശ്യപ്പെട്ടിരിക്കുമ്പോൾ ഒരാൾക്ക് മാംസത്തോട് താല്പര്യമൊന്നുമില്ല, അങ്ങനെയാണെങ്കിൽ ആ ദിവസങ്ങളിൽ അത് കഴിച്ചുകൂടെ എന്ന് നമ്മൾ ടെക്നിക്കലായിട്ടോ അല്ലെങ്കിൽ മാനുഷികമായി ചിന്തിച്ചാൽ ശരിയാണ്. കാരണം അപ്പോഴാണ് അയാൾക്കൊരു പരിത്യാഗ പ്രവൃത്തി ഉണ്ടാകുന്നത്. പക്ഷേ ഒരു ശരീരം ഒരു കാര്യം ചെയ്യുമ്പോൾ ആ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളും ഒരുമിച്ച് ആ കാര്യമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നോമ്പ് എന്നെടുക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നോ, ഏത് വിധത്തിലെടുക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. അപ്പൊ മാംസവർജനമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്, അതെടുക്കുമ്പോഴേ നമ്മുടെ നോമ്പാവുള്ളൂ. ഇനി എന്നത് കണ്ട് വേറൊന്നും ചെയ്യേണ്ടെന്നല്ല, അതിനെ തുടർന്ന് അതിൻ്റെ കൂടെ ഓരോരുത്തർക്കും തൻ്റെ ജീവിതത്തിൽ ഏത് കാര്യങ്ങളൊക്കെയാണ് എന്നെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകുന്നത്, ആ അടിമത്തത്തിൽ നിന്ന് വിമോചനം നേടാൻ ശക്തി പ്രാപിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് അത് ചെയ്യാം. ഉദാഹരണത്തിന് എന്താ പറയാ, ഒരു മൊബൈൽ ഫോൺ ഡിവൈസിന് അഡിക്റ്റ് ആണെന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ അതിനെ നിയന്ത്രിക്കാനുള്ള ശ്രമം ഇതിന്റെ കൂടെ നടത്തണം. ഇത് അവഗണിച്ചിട്ട് അത് മാത്രം ചെയ്യില്ല. അപ്പൊ അതെപ്പോഴും സെക്കൻഡറി ആണ്. അത് ചെയ്തില്ലേലും വലിയ പ്രശ്നമില്ല, കാരണം സഭയുടെ നോമ്പിന്റെ ഫലങ്ങൾ ശരീരത്തിന്റെ അവയവങ്ങൾക്കെല്ലാം കിട്ടും. പക്ഷെ ഒരാളുടെ ആത്മീയ വളർച്ചയ്ക്ക്, അഭിവൃദ്ധിക്ക് വേണ്ടി കാര്യമായി ദാഹിക്കുന്ന ഒരു മനുഷ്യൻ തന്നെ പിടിച്ചു കെട്ടുന്ന ചില കെട്ടുകളെ പൊട്ടിച്ചെറിയാനുള്ള കഠിന പ്രയത്നം സ്വന്തമായിട്ടും ചെയ്യുന്നത്, ഇതിന്റെ കൂടെ ചെയ്യുന്നത് അത് ഉചിതമാണ്. ഇപ്പം അച്ഛൻ പറഞ്ഞു ഇത് സഭ നൽകുന്ന ദിവസങ്ങളാണ് നോമ്പിന് വേണ്ടിയുള്ളത്. അപ്പൊ ഇതിന് ഉപരിയായിട്ട് ഇപ്പം പേഴ്സണലായിട്ട് ഓരോരുത്തർ ഇൻട്രസ്റ്റ് ഉണ്ട്, കുറച്ചു കാലത്തേക്ക് നോമ്പ് എടുത്തേക്കാം. ഇപ്പം കൈക്കാരന്മാരൊക്കെ പള്ളിപണിയുടെ സമയത്ത് നോമ്പെടുക്കുന്നു, അല്ലെങ്കിൽ അമ്മമാര് ചില വീട്ടിലെ ചില പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അവർ നോമ്പെടുത്ത് പ്രാർത്ഥിക്കുന്നു. അപ്പൊ അത്തരം നോമ്പെടുക്കുന്നത് പേഴ്സണൽ ഇൻട്രസ്റ്റോടുകൂടി എടുക്കുന്ന നോമ്പുകൾ പ്രസക്തമാണോ? ആ നോമ്പുകൾ ഞാൻ പറഞ്ഞില്ലേ, അത് ഒരു സെക്കൻഡറി ലെവലിൽ പ്രസക്തമാണ്. കാരണം സഭാഗാത്രം ഒരുമിച്ച് ശുദ്ധി ചെയ്യുന്നു, അതിനകത്ത് ഓരോ അവയവവും
ആ ശുദ്ധീകരണ കർമ്മത്തിൽ പങ്കാളികളാകേണ്ടതുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ഒരു പക്ഷേ കുളിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം കൈ കഴുകുന്നത് ഒരു ഉദാഹരണം പറഞ്ഞതാണ്. കൈ കഴുകാറുണ്ട്. കാരണം എന്താണ്? കൈ കൂടുതൽ എന്താ പറയാ പലതരത്ത് പിടിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ കൈ കഴുകാറുണ്ട്. അപ്പൊ സഭാഗാത്രം മുഴുവനും ശുദ്ധി ചെയ്യപ്പെടുന്ന സമയമുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പം സഭയിലെ മറ്റൊരാളെക്കാൾ കൂടുതൽ എനിക്ക് കുറച്ചുകൂടെ ശുദ്ധീകരണം ആവശ്യമുണ്ട്, ഞാൻ കുറച്ചുകൂടെ കഷ്ടത്തിലാണ് കടന്നു പോകുന്നതെന്ന് തിരിച്ചറിയുന്ന ഒരാൾക്കത് എപ്പോ വേണമെങ്കിലും ചെയ്യാം. അപ്പം അത് അവിടെ നടക്കുന്നത് സഭയുടെ ഒരു സഭാത്മക നോമ്പ് എന്നതിനേക്കാളും ഒരാൾ ഒരു പ്രത്യേക ഇന്റൻഷനോടുകൂടെ ഒരു പരിത്യാഗത്തിൽ ഏർപ്പെടുന്നതാണ്. ഇപ്പൊ ഉദാഹരണത്തിന് കുഞ്ഞിന്റെ മാനസാന്തരത്തിന് വേണ്ടി അമ്മ ഒരു വർഷം നോമ്പെടുക്കുകയാണ്. അത് ഉചിതമാണ്. അതെടുക്കുമ്പോഴും അതിന്റെ ഫലങ്ങൾ സഭയാഗാത്രത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെടും. അത് തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ അങ്ങനെ പേഴ്സണലായിട്ട് എടുക്കുന്നത് എപ്പോഴും ഉചിതമാണ്. പിന്നെ അതിനകത്തൊരു കാര്യമുള്ള എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ആത്മീയ പിതാവിന്റെ നിർദ്ദേശത്തിൽ അത് ചെയ്യുമ്പോഴാണ് അത് ഉചിതമാവുക. കാരണം എനിക്കെന്ത് തോന്നുന്നു ഞാനത് ചെയ്യുന്നു എന്നതിനേക്കാൾ കുമ്പസാരക്കാരനോട് അല്ലെങ്കിൽ ഒരു ആത്മീയ നേതാവ് ഉണ്ടെങ്കിൽ, ഒരു സ്പിരിച്വൽ ഫാദർ ഉണ്ടെങ്കിൽ അദ്ദേഹത്തോട് പറഞ്ഞും ഗൈഡൻസ് എടുത്തുമൊക്കെ, കാരണം ചില കാര്യത്തിൽ അങ്ങനെ അല്ലായിരിക്കും ചെയ്യേണ്ടത്. അപ്പം നമ്മൾ തന്നെ തീരുമാനിച്ച പോലെ നമുക്ക് എപ്പോഴും ഗൈഡൻസ് ആവശ്യമാണ്. അപ്പം ആ ഗൈഡൻസ്, അണ്ടർ ദാറ്റ് ഗൈഡൻസ് ഒരാൾക്ക് ഇങ്ങനത്തെ ആത്മീയ പ്രവൃത്തികളൊക്കെ ചെയ്യുന്നത് എപ്പോഴും ഉചിതമാണ്. ആത്മാവ് പരിപോഷിപ്പിക്കപ്പെടും. ഓക്കെ. അച്ഛാ, ഇപ്പം നമ്മൾ പറയാം 50 ദിവസത്തെ നോമ്പ് എടുക്കുമ്പോൾ അവിടെ നോമ്പ് മാത്രമല്ല ഉപവാസവും എടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വെള്ളിയാഴ്ചകളിലൊക്കെ ഭക്ഷണം ഒരു നേരത്തേക്ക് നമ്മൾ ഉപേക്ഷിച്ചുകൊണ്ട് നമ്മൾ അവിടെ ഉപവാസം എടുക്കുന്നു. അപ്പം നോമ്പിനാണോ പ്രസക്തി കൂടുതൽ അതോ ഉപവാസത്തിനാണോ? പ്രസക്തി എന്നതിനേക്കാൾ കാഠിന്യം എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി ശരി. ഉപവാസം എന്ന് പറയുന്നതും നമ്മൾ നോമ്പെന്ന് പറയുന്നതും നമ്മൾ മനസ്സിലാക്കുന്ന വാക്കുകളുടെ അർത്ഥത്തിൽ വ്യത്യാസമുണ്ട്. വാക്കുകളുടെ അർത്ഥത്തിൽ മാത്രമല്ല, ശരിക്കും ഉപവാസം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ മനസ്സിലാക്കാറുള്ളത്? ഭക്ഷണമേ ഉപേക്ഷിക്കുന്നതിനെയാണ്. നോമ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവിൽ ഉദ്ദേശിക്കാറുള്ളത് ഒരു പ്രാർത്ഥനാ കാലഘട്ടം, ഒരു ലോകത്തിൽ നിന്നൊക്കെ ഒന്ന് മാറി ആത്മീയ ജീവിതത്തിന് കുറച്ചുകൂടെ ഫോക്കസ് കൊടുക്കുന്ന ഒരു കാലഘട്ടം. അപ്പോൾ അതിനെ നമ്മളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഞാൻ ചിലതൊക്കെ മാറ്റി വെച്ചിട്ടാണ് കർത്താവിന്റെ കൂടെ വന്നേക്കുന്നത് എന്ന് ഓർപ്പിക്കാൻ വേണ്ടിയിട്ടും നമ്മളെ തന്നെ ഒന്ന് ശിക്ഷണത്തിലാക്കാൻ വേണ്ടിയിട്ടൊക്കെ ചില കാര്യങ്ങളെ വർജിക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഈ നോമ്പ് എന്ന് പറയുന്നത്. ഉപവാസം എടുക്കുക എന്ന് പറയുന്നത് ഭക്ഷണം ഒഴിവാക്കലാണ്. അപ്പം ആർക്കും സാധാരണഗതിയിൽ അങ്ങ് ലോങ് ടൈം ഉപവാസം എടുക്കാൻ പറ്റില്ല. ഇപ്പൊ 40 ദിവസമൊക്കെ ഉപവാസം എടുക്കാൻ പറ്റില്ല. എന്നെ പോലെ തടിയൊക്കെ ഉള്ള ആളുകൾക്ക് പറ്റുമായിരിക്കും, അല്ലാത്ത എളുപ്പത്തിൽ ആൾക്കാർക്ക് അത് എളുപ്പമല്ല. കാരണം ഇനി വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇത് നോമ്പ് മീൻസ് ഉപവാസം എന്ന് പറയുന്നത് അത് ഭക്ഷണം ഒഴിവാക്കലാണ്. സഭ ഉപവാസ ദിവസങ്ങളായി പ്രഖ്യാപിച്ചിരിക്കുന്ന ദിവസങ്ങളിലെ ഉപവാസം എടുക്കേണ്ടതുള്ളൂ. അപ്പൊ അതും മുഴുവൻ സമയം എടുക്കുക എന്നതിനേക്കാൾ ഒരു നേരം നോക്കുക എന്നൊക്കെ പറഞ്ഞാൽ ദിവസത്തിൽ ഒരു നേരം ഭക്ഷണം കഴിക്കുകയും ബാക്കി സമയത്തെ ഭക്ഷണങ്ങൾ ഒഴിവാക്കുകയും, അങ്ങനെയാണ് അത് ഉദ്ദേശിക്കുന്നത്. അപ്പൊ വിഭൂതി പോലെയുള്ള ദിവസങ്ങൾ, അങ്ങനെ പീഡാനുഭവ വെള്ളിയാഴ്ച, അങ്ങനെ ചില ദിവസങ്ങളിലാണ് ഉപവാസം എടുക്കാൻ ആവശ്യപ്പെടുന്നത്. എന്നാൽ ആ ദിവസങ്ങളെല്ലാം നോമ്പുകാലമാണ്. അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കാവുന്നത്. പക്ഷേ ഈ നോമ്പ് എടുക്കുമ്പോഴും ഉപവാസം എടുക്കുമ്പോഴും നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തെ നമ്മൾ ഒരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശിക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അതിലൂടെ നമ്മൾ ഒരു ആത്മവിശുദ്ധീകരണം നമ്മൾ പ്രാപിക്കുന്നു. ഇത് എത്രത്തോളം ശരിയാണത്? ഇതൊരു ഭയങ്കര പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം ഈ സഭയുടെ ചരിത്രത്തിൽ വളരെ ക്രിട്ടിക്കലായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾ ഇങ്ങനെ കുറ്റപ്പെടുത്താറുണ്ട്. ആദിമകാലങ്ങളിൽ സഭയിൽ ഉണ്ടായിരുന്ന കാഴ്ചപ്പാട് ശരീരം മോശം, ആത്മാവ് ശരി, അങ്ങനെയായിരുന്നു. അപ്പം ഇങ്ങനെ ഡ്യുവലിസം ഉണ്ട്. അപ്പൊ ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. അപ്പൊ പൗലോസ്ലിയുടെ ചില വാക്കുകളൊക്കെ ഇങ്ങനെ മുറിച്ചെടുത്തിട്ടാണ്. ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല, ആത്മാവാണ് എല്ലാത്തിൻ്റെ. അപ്പൊ അതുകൊണ്ട് ശരീരത്തെ പരമാവധി തല്ലി നശിപ്പിച്ചു കഴിഞ്ഞാൽ ആത്മാവ് രക്ഷപ്പെടും. അപ്പൊ പണ്ട് കാലത്ത് ചില സന്യാസിമാരൊക്കെ ഭക്ഷണം കഴിക്കാൻ പോകുന്നതിന് തന്നെ പറഞ്ഞിരുന്നത് കഴുതയെ തീറ്റാൻ കൊണ്ടുപോവുകയാണ് എന്നൊക്കെയാണ്. എന്ന് പറഞ്ഞാൽ കഴുതിയാകുന്ന ശരീരത്തെ തീറ്റ കൊടുക്കുക. ഇതിന് ആവശ്യമൊന്നുമില്ല. ശരീരം ചുമ്മാ എപ്പോഴും തീറ്റയുടെ പുറകെ, കുടിയുടെ പുറകെ, ആനന്ദങ്ങളുടെ പുറകെ നടക്കുന്ന ഒരു സാധനം ആത്മാവിനെ വല്ലാണ്ട് കഷ്ടപ്പെടുന്ന ശരീരമാണ് എന്നൊരു ധാരണയുണ്ടായിരുന്നു. അപ്പൊ കാലം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് നേരെ തിരിച്ചടിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ ശരീരവും ഒരുപോലെ വിലപ്പെട്ടതാണ്, ആത്മാവ് ശരീരത്തോട് കൂടിച്ചേരുന്നതാണ് വ്യക്തി എന്നൊക്കെ തിയോളജിക്കലി ഒത്തിരി പഠിപ്പിക്കാൻ തുടങ്ങിയപ്പം അങ്ങനെയാണെങ്കിൽ ശരീരത്തെ തൊട്ടുകൂടാ, ശരീരം അങ്ങനെ സൂക്ഷിക്കപ്പെടണം എന്ന മറ്റേ എക്സ്ട്രീമിലേക്ക് പോകാൻ തുടങ്ങി. ഇതിന്റെ ബാലൻസിനകത്താണ് കാര്യം ഇരിക്കുന്നത്. നമ്മൾ ആദ്യം പറയേണ്ട പ്രിൻസിപ്പിൾ ശരീരവും ആത്മാവും വിലപ്പെട്ടതാണ് എന്നാണ്. ഇനി ഒരുപോലെ വിലപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ ദാനമെന്നുള്ള നിലയ്ക്ക് രണ്ടും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ഒരു ഹ്യൂമൻ എക്സിസ്റ്റൻസിന്റെ കാര്യത്തിൽ ആത്മാവ് കൂടുതൽ പ്രധാനപ്പെട്ടതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ? കാരണം അവനെ ഒരു ആനിമലിൽ നിന്ന്, ഒരു മൃഗത്തിൽ നിന്ന് അവനെ വ്യത്യസ്തനാക്കുന്നത് അവന്റെ
അവന്റെ ആത്മാവാണ്. ആത്മാവുള്ളത് കൊണ്ടാണ്. അപ്പൊ ആത്മാവ് മാറ്റിയാൽ നമ്മൾ ജഡമെന്നാണ് വിളിക്കപ്പെടുക. ഈ ജഡം എല്ലാ മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഈവൻ സസ്യലതാദികൾക്കും ഉൾപ്പെടെ ഉള്ളതാണ്. അപ്പൊ അതിൽ നിന്ന് നമ്മളെ വ്യത്യസ്തനാക്കുന്ന നമ്മുടെ ഹ്യൂമൻ ഡിഗ്നിറ്റിയുടെ ഹൃദയമായിരിക്കുന്ന ഘടകം ആത്മാവാണ്. അപ്പൊ ആത്മാവിനെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ശരീരം കൊണ്ട് പ്രയോജനമൊന്നും ഇല്ല എന്ന് നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് ആത്മാവിന്റെ ശുദ്ധീകരണം പ്രധാനപ്പെട്ടത് തന്നെയാണ്. അപ്പോഴാണ് ആത്മാവിനെ ശുദ്ധീകരിക്കാൻ ശരീരം കൊണ്ട് പറ്റുമോ എന്ന് ചോദിക്കുന്നത്. ശരീരം കൊണ്ട് പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല കാരണങ്ങളാൽ സാധിക്കുമെന്നാണ് അതിന്റെ ഉത്തരം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രപഞ്ചത്തോട് ഇടപെടുന്ന റിയാലിറ്റി അത് ബോഡിയാണ്. ശരീരത്തിന്റെ പ്രവണതകൾ എന്നാണ് പാപങ്ങളെ പൊതുവിൽ വിളിക്കാറുള്ളത്. അവ ആത്മാവിന്റെ പ്രവണതകളല്ല, ശരീരത്തിന്റെ പ്രവണതകളാണ്. ശരീരമാണ് ഒരു തിന്മ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ശരിയല്ലാത്ത ഒരു ആനന്ദം ദാഹിക്കുന്നത് അതിന്റെ പ്രവണതകൾ. ആ വാക്ക് തന്നെ ക്ലിയർ ആണ്, ശരീരത്തിന്റെ പ്രവണതകളാണ്. അപ്പൊ ശരീരത്തിന്റെ പ്രവണതകളെ നിഹനിക്കുന്നത് വഴി ആത്മാവിന് പോഷണം ലഭിക്കുന്നു എന്നതിനേക്കാൾ ആത്മപരിപോഷണം ലഭിക്കുന്നതാണ്. അത് ആ വ്യക്തി സ്വയം ശുദ്ധീകരിക്കപ്പെടുന്നു പറയുന്നതാണ് ശരി. അപ്പൊ അതുകൊണ്ട് അതിനുള്ള മാർഗം നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഇടപെടുന്ന ശരിയല്ലാത്ത സുഖങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയൊക്കെ ചെയ്യുന്ന മാർഗങ്ങൾ എന്നുള്ള നിലയ്ക്ക് ഈ ശരീരം ഒരു തിന്മയിലേക്ക് നമ്മളെ നയിക്കുന്ന ഒരു മീഡിയമാണ്. അപ്പൊ അതുകൊണ്ട് അതിനെ പ്യൂരിഫൈ ചെയ്യുക എന്നുള്ളത് ഒരു മീനിങ് ആണ്. പക്ഷേ ശരീരം അതിൽ തന്നെ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ലല്ലോ. ബോഡി ചുമ്മാ പോയിട്ട് ചെയ്യുമല്ലോ. അതൊരാളുടെ വില്ലിൽ നിന്ന്, ഇച്ഛാശക്തിയിൽ നിന്ന്, സ്വതന്ത്രമായ തീരുമാനത്തിൽ നിന്ന് ആണ് ഒരാൾ ഈ പ്രവൃത്തിയിലേക്ക് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് കൂടുതൽ ഫോക്കസ് ചെയ്യപ്പെടേണ്ടത് ആത്മാവ് തന്നെയാണ്. ഇനി ഈ ശരീരത്തെ നിയന്ത്രിക്കുന്നത് വഴി ഒരാൾ ശീലിക്കുന്നത് ആത്മനിയന്ത്രണമാണ്. കാരണം നമുക്ക് ആത്മാവിനെ നിയന്ത്രിക്കേണ്ട കാര്യമില്ല, അത് ആത്മാവ് ദൈവത്തിൽ നിന്നുള്ളതാണ്. എന്നാൽ ശരീരത്തിനാണ് നിയന്ത്രണം ആവശ്യമുള്ളത്. അപ്പൊ ശരീരത്തെ നിയന്ത്രിക്കുന്നത് വഴി നമുക്ക് നമ്മളെ തന്നെ നിയന്ത്രിക്കാൻ പറ്റും. നമ്മളെന്ന് പറയുന്ന ടോട്ടാലിറ്റിയെ നിയന്ത്രിക്കാൻ പറ്റും. ആത്മാവും ശരീരവും എല്ലാം കൂടെ ഉൾപ്പെടുന്ന ആ ടോട്ടാലിറ്റിയെ നിയന്ത്രിക്കാൻ ശരീരത്തെ നിയന്ത്രിക്കുന്നത് വഴി പറ്റും. ഇപ്പൊ ഉദാഹരണത്തിന് അനിയന്ത്രിതമായ പ്രവണതകളുള്ള ഒരു മനുഷ്യൻ, ആ ആളുടെ പ്രവണതകൾ പൊതുവിലായിരിക്കും. ഉദാഹരണത്തിന് അനിയന്ത്രിതമായ ഭക്ഷണത്തോട് പ്രിയമുള്ള ഒരു മനുഷ്യന് അതിന് സമാനമായ ഒത്തിരി തിന്മകളോട് ഈ അനിയന്ത്രിതമായ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവും. അപ്പം ഈ മനുഷ്യൻ ഒരു കാര്യം നിയന്ത്രിക്കുന്നത് വഴി ആൾ തന്നോട് തന്നെ പറയുകയാണ്, നിനക്ക് ചിലതൊക്കെ വേണ്ടാന്ന് വെക്കാൻ പറ്റും. എല്ലാത്തിൻ്റെയും പുറകെ ഇത്രയ്ക്ക് ഇങ്ങനെ ഭ്രാന്ത് പിടിച്ച്, മലയാളത്തിൽ പിള്ളേരൊക്കെ പറഞ്ഞ പോലെ ആക്രാന്തം പിടിച്ച് ഓടേണ്ട കാര്യമില്ല. നിനക്ക് നിന്നെ തന്നെ നിയന്ത്രി, നിനക്ക് ആവശ്യമുള്ളത് എടുക്കാനും അല്ലാത്തത് വേണ്ടാന്ന് വെക്കാനും നിനക്ക് പറ്റും. അങ്ങനെ ചിലതിനെ ഉപേക്ഷിക്കാനുള്ള ആത്മധൈര്യം പ്രാപിക്കാൻ ഈ ശരീരത്തെ നിയന്ത്രിക്കുന്നത് കൊണ്ട് സാധിക്കും. അതുകൊണ്ടാണ് ശരീരത്തെ നിയന്ത്രിക്കാനുള്ള ശ്രമം കൂടുതൽ പ്രധാനപ്പെട്ടതായിരിക്കുന്നത്. അതിന്റെ ഒരു ചെറിയ ഭാഗമാണ് ഈ മാംസവർജനം എന്നൊക്കെ പറയും. മാംസവർജനം എന്ന് പറയുമ്പം അതെന്തുകൊണ്ടാണ്? മാംസത്തിന് എന്തെങ്കിലും പ്രത്യേകത ഉള്ളതുകൊണ്ടാണോ? കാരണം മറ്റു ഭക്ഷണം പോലെ തന്നെയല്ലേ. ഇപ്പം കൂടുതൽ താല്പര്യം ആൾക്കാർക്ക് മാംസത്തോട് അതൊരു വശമാണ്. ആളുകൾക്ക് കുറച്ച് താല്പര്യമുള്ള ഒരു ഭക്ഷണമാണ്. പിന്നെ നമ്മൾ ശരിക്കും ആലോചിച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കോസ്റ്റ് ഒക്കെ ഏതാ കൂടുതൽ ചോദിച്ചാൽ ചില സമയത്തൊക്കെ ചിലപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ ആയിരിക്കും. ഒരു വീട്ടില് അല്ലെ ഒരു സ്ഥാപനത്തിലൊക്കെ സംബന്ധിച്ച് ഞാൻ നിനക്ക് ഓർക്കുന്നുണ്ട്. അപ്പം ഒരു വലിയ സ്ഥാപനമൊക്കെയാണ്, ഒത്തിരി ആളുകളൊക്കെ ഉള്ളതാണ്, അവർക്ക് എളുപ്പവും വല്ല മീറ്റൊക്കെ കുക്ക് ചെയ്യുന്നതൊക്കെയാണ്. ചെലവും ചിലപ്പോൾ കുറച്ച് കുറവ് അതൊക്കെ ആയിരിക്കും. അതൊന്നും അല്ല ഇതിനകത്തെ വിഷയം. അതായത് ഇതൊരു ആലങ്കാരിക ബന്ധമാണ് ഇതിനകത്ത് പ്രധാനമായിട്ടുള്ളത്. മാംസദാഹത്താൽ വരുന്ന തിന്മകളെ മാംസത്തിന്റെ ഉപേക്ഷയാൽ നിഹനിക്കാൻ നടത്തുന്ന ശ്രമം. അപ്പം ഒരു തിന്മയാൽ ഒരു വഴിയിലൂടെ വരുന്ന തിന്മയെ ആ വഴിയിലൂടെ പരിഹരിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറയുന്നത് പോലെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മൾ ഈ മാംസം ഒഴിവാക്കുമ്പോൾ നമ്മൾ ശരിക്കും ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് മാംസത്തിന്റെ പ്രവണതകളെയാണ്, അഥവാ ശരീരത്തിന്റെ പ്രവണതകളെയാണ് എന്നൊരു ഓർമ്മപ്പെടുത്തലിന്റെ ഒരു സിംബോളിക് മീനിങ് ആണ് ശരിക്കും ഉള്ളത്. അപ്പൊ എനിവേ സഭയെ നൽകിയിരിക്കുന്നത് കൊണ്ട് അത് അങ്ങനെ തന്നെ ചെയ്യുന്നതാണ് എപ്പോഴും ഉചിതം. ഓക്കെ, പക്ഷേ ഇപ്പൊ 50 ദിവസത്തെ, അതായത് ഒരു നീണ്ട കാലയളവാണ് 50 ദിവസം എന്നൊക്കെ പറയുന്നത്. അപ്പം പലപ്പോഴും സംഭവിക്കുന്നത് ഒരു പകുതിയോളം ഒക്കെ എത്തുമ്പോൾ പലപ്പോഴും നോമ്പ് ചിലരുടെയൊക്കെ വിട്ടുപോകാറുണ്ട്. അതായത് ചിലപ്പോൾ യാത്ര ചെയ്യുമ്പോൾ ചിലപ്പം ഭക്ഷണം കഴിക്കേണ്ടതായിട്ട് വരുന്നു, അല്ലെങ്കിൽ ഒരു ആൾക്കാരുടെ കൂട്ടത്തിൽ ഒരു ഗസ്റ്റ് ആയിട്ട് നമ്മൾ ചെല്ലുമ്പോൾ ചിലപ്പോൾ ആ ഒരു വീട്ടിലത്തെ ഭക്ഷണം നമ്മൾ കഴിക്കേണ്ടതായിട്ട് വരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ നോമ്പ് പൊട്ടിപ്പോകാന്ന് പറയും അല്ലെ. നോമ്പ് പൊട്ടിപ്പോകുന്നവർക്ക് അത് എങ്ങനെ വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പറ്റുമോ, അല്ലെങ്കിൽ അതിന്റെ ഒരു ചൈതന്യം അവർക്ക് അവിടെ നഷ്ടപ്പെട്ടു പോവാണോ? അതിന്റെ ഇതൊരു സാധാരണക്കാരുടെ ഒരു വലിയ പ്രശ്നമാണ്. നോമ്പ് മുറിഞ്ഞു പോയി അച്ഛാ, എന്റെ നോമ്പ് പോയ അച്ഛാ, സംബന്ധിച്ച് ചിലപ്പോഴൊക്കെ ഇതെന്താ നീ നോമ്പ് ഇത് കഴിക്കുമ്പോഴേക്കിപ്പം എന്റെ അച്ഛാ അന്നുണ്ടല്ലോ അറിയാതെ ഞാൻ അവിടെ ചെന്നു, ഞാൻ ഇതാന്ന് വിചാരിച്ചില്ല, ഞാൻ ആ സൂപ്പ് കുടിച്ചപ്പോൾ അതിനകത്ത് ഇതുണ്ടായിരുന്നു, പിന്നെ അറിഞ്ഞത് എന്റെ നോമ്പ് മുറിഞ്ഞു പോയി, ഇനിയിപ്പം നോക്കിയിട്ട് കാര്യമില്ലല്ലോ എന്നാണ് പലപ്പോഴും ആളുകൾ പറയാറുള്ളത്. നോമ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെ മുറിഞ്ഞു പോകുന്ന ഒരു സാധനമൊന്നുമല്ല. പകരം നോമ്പെടുക്കുന്നത് 40 ദിവസത്തെയാണ്. 40 ദിവസം നമ്മൾ നോമ്പെടുക്കാൻ ബാധ്യസ്ഥനാണ്. ഇനി അതിനിടയ്ക്ക് അറിയാതെ അവിചാരിതമായോ അല്ലെങ്കിൽ എന്താ പറയാ നമ്മുടെ ഇൻവോൾവ്മെന്റ് ഇല്ലാതെയോ സംഭവിച്ചു പോകുന്ന ഒരു സാഹചര്യം, ഇപ്പൊ അച്ഛനൊക്കെ പറഞ്ഞ് സൂചിപ്പിച്ചതുപോലത്തെ ഒരു സാഹചര്യം, അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ എന്താ ചെയ്യേണ്ടത്?
എന്നാ ശരി ഇവിടെ കിടന്നേക്കാം എന്ന് വിചാരിക്കുമല്ല, അപ്പോൾ തന്നെ അത് പരിഹരിക്കുക എന്നുള്ളതാണ്. പല വിധത്തിൽ പരിഹരിക്കാം. ഒന്ന്, കുമ്പസാരത്തിനൊക്കെ അണയുമ്പോൾ എനിക്കിങ്ങനെ പ്രശ്നം വന്നു, ഞാനതിനെ തിരിച്ചു കൊണ്ടുവരുന്നു എന്ന് ഏറ്റുപറഞ്ഞ് അങ്ങനെ ചെയ്യാം. ഇനി വളരെ പെട്ടെന്ന് എന്താ ചെയ്യാവുന്ന, ഓക്കെ എനിക്ക് അങ്ങനെ സംഭവിച്ചു, ഓക്കെ അപ്പൊ ഞാൻ ഒരു കുറച്ചുകൂടെ കഠിനമായ ഒരു പരിഹാരം തൽക്കാലത്തിന് അന്നേരം ഞാൻ എടുക്കുന്നു. ഉദാഹരണത്തിന് ഇന്നത്തെ കാപ്പിയൊക്കെ ഒന്ന് ആ ഫുഡ് തന്നെ അങ്ങ് ഒഴിവാക്കിയിട്ട് ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. അപ്പം അതങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നാൽ മതി. അതിനെ നോമ്പ് മുറിഞ്ഞുപോയി എന്ന ഒരു ടെക്നിക്കൽ കാര്യത്തെ ഇനി നോമ്പ് ആചരിക്കാതിരിക്കാനുള്ള ഒരു സൂത്രമാക്കിയ ആളുകൾ എടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയല്ല, അത് നമ്മൾ തുടരുക എന്നുള്ളത്. നമ്മൾ എപ്പോൾ വീണാലും നമ്മൾ എഴുന്നേക്കുന്നു എന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ എന്നാൽ പിന്നെ എല്ലാ പ്രാവശ്യം വീണിട്ട് എഴുന്നേക്കാമെന്നും അർത്ഥമാക്കേണ്ടതില്ല. പകരം നമുക്ക് ചെയ്യാവുന്ന, സാധാരണമായി ചെയ്യാവുന്നത് അതിനെ തുടരുക എന്നുള്ളതാണ്. ചിലപ്പോൾ ആളുകൾ നിയന്ത്രിക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും ഇത് ചെയ്യുന്നത്. അല്ലാതെ കൊതി ഒക്കെ വന്നു, എന്നാൽ പിന്നെ അത് ഇപ്പം അങ്ങ് പോട്ടെ. അപ്പോ അതിനെ വീണ്ടും പരിഹരിക്കണം. കാരണം അത് നമ്മളെ ഓർമ്മിക്കുന്നത് എന്താണ്, നമ്മൾ വീണ്ടും നിയന്ത്രിക്കപ്പെട്ടില്ല എന്നാണ്. കൂടുതൽ നിയന്ത്രണം ആവശ്യമുണ്ടെന്നാണ്, അല്ലാണ്ട് എല്ലാം അഴിച്ചു കളയാമെന്നുള്ളതല്ല. ഇതിന്റെ കൂടെ ചേർത്ത് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അപൂർവമായിട്ടാണെങ്കിലും ചില ആളുകൾ മദ്യത്തിന് നോമ്പെടുക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് പറയുമ്പോൾ തന്നെ നമുക്ക് തമാശയായിട്ട് തോന്നും, മദ്യപിക്കുന്നത്. അപ്പൊ അത് മദ്യത്തോടൊരു അഡിക്ഷൻ ഉള്ള ആളുകൾ അങ്ങനെ എടുക്കുകയൊക്കെ ചെയ്യുന്ന. പക്ഷെ ഇതിന്റെ ഭീകരാവസ്ഥ എന്താന്ന് വെച്ചാല്, ഇത് തീരണ ദിവസം നോക്കിയിരിക്കും, എന്നിട്ട് കഴിഞ്ഞതെല്ലാം കൂടി പൂർത്തീകരിക്കാൻ. അപ്പം ഈ നോമ്പ് നമ്മൾ എടുക്കുന്ന എന്തിനാണെന്ന് അറിഞ്ഞിരുന്നാൽ എന്ന് വെച്ചാൽ, നിലനിൽക്കുന്ന ഒരു വിജയം നേടാൻ വേണ്ടിയിട്ടാണ് ഈ മനുഷ്യൻ നോമ്പ് എടുക്കുന്നത്. അല്ലാണ്ട് കുറച്ച് ദിവസം ഒന്ന് മാറ്റിവെച്ച് വിശന്നിരുന്നിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ആ സന്തോഷം അനുഭവിക്കാൻ വേണ്ടല്ല. അപ്പൊ അത് കുറയ്ക്കാൻ തന്നെ തീരുമാനം എടുക്കണം. പിന്നെ ഇതിന്റെ ഭാഗമാണ് 2 ദിവസം നിർത്തി, 3 ദിവസം നിർത്തി, 4 ദിവസം നിർത്തി, അങ്ങനെ പതുക്കെ ഗ്രാജുവൽ ആയിട്ട് കുറച്ച് കൊണ്ടുവരിക എന്നൊക്കെ പറയും. അപ്പം ആ അർത്ഥത്തിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന എപ്പോഴും ഉചിതമാണ് താൻ. അതായത് നോമ്പിന് ഈ 50 ദിവസത്തിനപ്പുറത്തേക്കുള്ള ഒരു ആത്മീയത നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നോമ്പെടുക്കേണ്ടതെന്ന് തന്നെ വേണം പറയാം. അതോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട ഒരു കാര്യം, ചിലപ്പോൾ അമ്മമാരൊക്കെ ഇപ്പം ചിക്കൻ കറിക്ക് ആയിരിക്കും അവര് നോമ്പെടുത്തിരിക്കുന്നത്, എന്നാൽ ചിക്കൻ കറി ചിലപ്പോൾ വീട്ടിൽ ഉണ്ടാക്കേണ്ടതായിട്ട് വരുന്നു. അപ്പൊ അതിന്റെ ചാറ് ഉപയോഗിച്ച് അവർ കഷ്ണം കഴിക്കുന്നു. അത് കുഴപ്പമില്ല, ചാറ് ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല, ഞാൻ കഷ്ണം കഴിച്ചില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അത് എത്രത്തോളം പ്രാക്ടിക്കലാണ്? ഒന്നാമത് ഈ കാര്യത്തെ ഇങ്ങനെ മെട്രിക്കുലസ് ആയിട്ട് ടെക്നിക്കലായിട്ട് കണക്കാക്കാവുന്ന ഒരു കാര്യമല്ല. പകരം ഈ ആൾക്ക് നോമ്പുകാല ചൈതന്യമുണ്ടോ, ആത്മനിയന്ത്രണമുണ്ടോ എന്നുള്ളതാണ് യഥാർത്ഥ വിഷയം. ആത്മനിയന്ത്രണമുണ്ടോ എന്നുള്ളതാണ്. ഈ ആത്മനിയന്ത്രണം നോമ്പിന്റെ ചൈതന്യമാണ്. നമ്മൾ ചൈതന്യത്തെ കുറിച്ച് പിന്നീട് പറയാം. ചൈതന്യമാണ് പാലിക്കപ്പെടേണ്ടത്. അപ്പം ഇതിന്റെ ചൈതന്യത്തിന് എന്താണ് സ്യൂട്ട് ആവുന്നത്, ഞാനിത് വേണ്ടാന്ന് വെക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഏതറ്റം വരെ ഇതും കൊണ്ട് പോകാം എന്ന് ചിന്തിക്കുന്നത് അതിൽ തന്നെ തിന്മയാണല്ലോ. അതിനെ ശരിയല്ലോ. എനിക്ക് ഈ പാപത്തെ എവിടം വരെ കൊണ്ടുപോകാം എന്ന് ചിന്തിക്കുകയാണ് വേണ്ടത്, അതെനിക്ക് വേണ്ട എന്ന് ഉപേക്ഷിക്കുകയാണ് വേണ്ടത്. അപ്പൊ അതുകൊണ്ട് ടെക്നിക്കലി ഈ ചാറിനകത്ത് എന്തുമാത്രം മാംസത്തിന്റെ സെൽസ് ഇൻവോൾവ് ആണ് എന്ന് നോക്കുന്നത് പോലത്തെ ഒരു ടു ലിറ്ററൽ സ്പിരിച്വാലിറ്റി അല്ല കത്തോലിക്ക ധാർമ്മികത. അത് കുറെ കൂടെ വൈഡറാണ്, പേഴ്സണൽ എന്ന് പറഞ്ഞാൽ ഇന്റേണലാണ്, ആന്തരിക സ്വഭാവമുള്ളതാണ്, വിവേകമുള്ളതാണ്, കോമൺ സെൻസ് ഉപയോഗിച്ച് ചെയ്യേണ്ടതും കൂടിയാണ്. അപ്പം ഈ ആൾക്ക് ചാറെങ്കിലും കഴിക്കാൻ തോന്നുന്നെങ്കിൽ ആൾ തിരിച്ചറിയേണ്ടതാണ്, എനിക്ക് നല്ല അട്രാക്ഷൻ ഉണ്ട് അതിനോട്. അപ്പൊ അതിനെ അതിജീവിക്കാനുള്ള ശ്രമം നടത്തണം എന്നാണ് അതിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. അച്ഛാ, ഇപ്പൊ 50 ദിവസത്തെ നോമ്പ് കഴിഞ്ഞിട്ട് ഒരാൾ പറയാണ്, ഞാൻ ഈ 50 ദിവസവും മാംസം കഴിച്ചില്ല എന്ന് പറയുന്നു. അപ്പം അദ്ദേഹത്തിന്റെ നോമ്പ് 100% വിജയമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? ഒരാൾ പറയാണ്, എൻ്റെ നോമ്പ് നല്ലതായിരുന്നു, കാരണം ഞാൻ മാംസം കഴിച്ചില്ല എന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റില്ല എന്ന് തന്നെയാണ് അതിൻ്റെ ഉത്തരം. പറയാൻ പറ്റില്ല. കാരണം നോമ്പ് ഒരു ശരീരത്തിന് ആവശ്യമുള്ള ഒരു കാര്യമോ ബാഹ്യമായ ഒരു കാര്യമല്ല. പകരം നോമ്പ് ആന്തരികമാണ്. വിശുദ്ധനത സംസാരിക്കുന്നത് പോലെ നമ്മുടെ വസ്ത്രമല്ല കീറേണ്ടത്, ഹൃദയമാണ് കീറേണ്ടത് എന്നാണ്. നോമ്പിന്റെ ചൈതന്യമാണ് ദൈവത്തിന് പ്രധാനപ്പെട്ടത്. ആ ചൈതന്യത്തെ പ്രകടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന മീൻസ് മാത്രമാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. പക്ഷെ ആ മീൻസ് ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ചൈതന്യം കൊണ്ടു നടക്കാനും പറ്റില്ല. അതുകൊണ്ട് രണ്ടും വേണം. പക്ഷെ അതിനകത്ത് പ്രധാനപ്പെട്ടത് ആ ചൈതന്യമാണ്. ചൈതന്യം എവിടെയൊക്കെയാണ് നിലനിൽക്കുന്നത്? നോമ്പിന്റെ ചൈതന്യം ഒന്നാമത് നിലനിൽക്കുന്നത് ആരാധനാക്രമത്തിലാണ്, ദൈവാരാധനയിലാണ്. അപ്പൊ അതുകൊണ്ട് ദേവാലയവുമായി ബന്ധപ്പെട്ട, ആരാധനവുമായി ബന്ധപ്പെട്ട ആധ്യാത്മിക പ്രാർത്ഥനാ കാര്യങ്ങളിലാണ് നോമ്പാചരണം ഒന്നാമത് നിൽക്കുന്നത്. ഭക്ഷണത്തിലല്ലേ. ഇനി ഇതിനെ തുടർന്നാണ് മറ്റു കാര്യം. രണ്ടാമത്തെ എന്താണ്? ഈ കൗദാശിക ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട കാര്യം മാനസാന്തരമാണ്, പാപപരിഹാരമാണ്. അപ്പൊ അതുകൊണ്ട് അത് തീർച്ചയായും പരിശുദ്ധ കുമ്പസാരത്തോട് മുട്ടി നിൽക്കണം. അടുത്തടുത്ത് പരിശുദ്ധ കുമ്പസാരം സ്വീകരിക്കുകയൊക്കെ ചെയ്യുക എന്നുള്ളതാണ് നോമ്പിന്റെ രണ്ടാമത്തെ ഘട്ടം. ഇനി അത് കഴിഞ്ഞ് മൂന്നാമത്തെ ഘട്ടം എന്താണ്? അത് പങ്കുവയ്ക്കലിൻ്റെതാണ്.
പങ്കുവയ്ക്കൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഇത്രയും ദിവസം ഭക്ഷണം കഴിക്കാതിരുന്നു എന്നിട്ട് പിന്നെ ഞാൻ അതെല്ലാം ധാരാളം കഴിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനകത്ത് വലിയ മീനിങ് ഒന്നുമില്ല. കാരണം നമ്മളൊരു 40 ദിവസം മാംസം മേടിക്കാതിരുന്ന ആ പൈസയൊക്കെ നമ്മുടെ പോക്കറ്റിൽ കിടക്കും. അത് ഉപയോഗിച്ച് നമ്മൾ പിന്നെ തുറന്ന് ജീവിക്കുന്നു. അപ്പൊ അതുകൊണ്ട് അതിന്റെ അർത്ഥത്തിൽ പോലും വലിയ പ്രസക്തിയില്ല. ഞാൻ ഒരാള് ചെയ്തിരുന്ന കാര്യം കേട്ടപ്പോൾ എനിക്കത് ഭയങ്കര രസമായിട്ട് തോന്നി. അതെന്താന്ന് വെച്ചാൽ ഈ മനുഷ്യൻ പറയായിരുന്നു, ഇദ്ദേഹം ഇങ്ങനെ പള്ളിയിൽ കുർബാന കഴിഞ്ഞിട്ട് താഴത്തൊരു കശാപ്പുശാലയുണ്ട്, അവിടുന്ന് പതിവ് പോലെ തന്നെ ഈ നോമ്പുകാലത്ത് ആഘോഷമായിട്ട് ഈ ഇറച്ചിയൊക്കെ മേടിച്ചിട്ട് അങ്ങ് വീട്ടിലോട്ട് പോകും. നാട്ടുകാരുടെ മുമ്പിൽ കൂടെ ആൾക്കാർക്ക് ഇത് കാണുമ്പോൾ അപ്പം അന്നേരം കൊച്ചച്ഛൻ അത് ഇതെന്താ ഇത് ഇങ്ങനെ ചെയ്യുന്നത്, ഇത്രയും പള്ളിയിൽ വരുന്ന പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ എന്നിട്ട് ഇങ്ങനെയാണോ ചെയ്യണമെന്ന് ചോദിച്ചു ചിരി ശാസ്ത്രം. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, അച്ഛാ ഞാൻ എന്താ ചെയ്യണമെന്ന് അച്ഛനോട് പറയാം. ഞങ്ങൾ ചെയ്യുന്നതെന്നു വെച്ചാൽ ഞങ്ങൾ സാധാരണ എല്ലാ ഞായറാഴ്ചയും മാംസം മേടിക്കാറുണ്ട്. അതുപോലെ ഞങ്ങൾ ഇപ്പോഴും മേടിക്കും. എന്നിട്ട് ഞങ്ങൾ വീട്ടില് ഇത് ഞങ്ങൾക്ക് പറ്റുന്ന ഏറ്റവും നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് ഞങ്ങളത് അയലോക്കത്തെ ആളുകൾക്ക് കൊടുക്കും, അക്രൈസ്തവരായിട്ടുള്ള ആളുകൾക്ക് അത് കൊണ്ട് കൊടുക്കും. എന്നിട്ട് ഞങ്ങള് നോമ്പ് ആചരിക്കും. അപ്പം അന്നിങ്ങനെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാനത് ആലോചിച്ച് നോക്കിയാൽ അത് കുറച്ചുകൂടെ അർത്ഥപൂർണമായ ഒരു നോമ്പാണ്. കാരണം അവർക്കാകാവുന്നത് അതിന്റെ സകല പ്രലോഭനത്തിന്റെയും മധ്യയെ പങ്കുവയ്ക്കുന്നത്. അപ്പം അത് കുറെ കൂടെ മീനിങ് ആണ്. കാരണം അത് ആ ആളെയും വളർന്നു വരുന്ന മക്കളെ ഓർപ്പിക്കും. നോമ്പുകാലം ഇതുവരെ നമ്മൾ പണം ഉണ്ടാക്കി നമുക്ക് വേണ്ടി മാത്രം ഉപയോഗിച്ചു, ഇത് അവർക്കും കൂടെ കൊടുക്കേണ്ടതാണ് എന്ന് പറയുന്ന ഒരു പങ്കുവെക്കലിന്റെ മനോഭാവം മനുഷ്യരിൽ ഉണ്ടാക്കാൻ ഇങ്ങനത്തെ ചില പ്രവൃത്തികൾക്ക് സാധിക്കും. എല്ലാവർക്കും അങ്ങനെ പറ്റണമെന്നില്ല. പക്ഷെ എന്നാൽ പോലും ഏതൊക്കെ വിധത്തിലാണ് നമുക്ക് നമ്മുടെ സമയം, നമ്മുടെ ജീവിതം, നമ്മുടെ അധ്വാനം, നമ്മുടെ സ്വന്തമായിട്ടുള്ളവ, ചിലപ്പോൾ സമ്പത്ത്, അല്ലെങ്കിൽ നമ്മുടെ പരിഗണന, ഇവ കാര്യങ്ങളൊക്കെ എങ്ങനെ കുറച്ചുകൂടെ കൂടുതൽ പങ്കുവയ്ക്കാൻ പറ്റും എന്നും കൂടെ കഴിഞ്ഞിട്ടേ പിന്നെ മാംസത്തെ കുറിച്ച് പറയേണ്ട കാര്യമുള്ളൂ. അപ്പൊ ഇതൊന്നും ചെയ്യാത്ത ഒരാൾ ഞാൻ കൃത്യമായി മാംസം തൊട്ടേയില്ല, സ്മെല്ല് പോലും ചെയ്തില്ല എന്ന് പറഞ്ഞ് അതുകൊണ്ട് എന്റെ നോമ്പ് നല്ലതായിരുന്നു പറഞ്ഞാൽ അത് ശരിയാവില്ലല്ലോ. അച്ഛാ, തീർച്ചയായിട്ടും സഭയിൽ എല്ലാവരും നോമ്പെടുക്കാനായിട്ട് കടപ്പെട്ടവരാണ്. പക്ഷെ ചില വ്യക്തികൾക്ക് സഭ ചില ഇളവുകൾ നൽകുന്നുണ്ട്. അപ്പം അത്തരം ഇളവുകൾ നൽകുന്നത് എന്തുകൊണ്ടാണ്, എന്തിനു വേണ്ടിയാണ്? നമ്മൾ പറഞ്ഞതുപോലെ സഭാഗാത്രം ഒരുമിച്ചാണ് നോമ്പെടുക്കുന്നത്, എല്ലാവരും നോമ്പെടുക്കുന്നു. എന്നാൽ നോമ്പെടുക്കാൻ ഉത്തരവാദിത്വമില്ലാത്ത ആളുകളുണ്ട് എന്ന് പറഞ്ഞാല് കുഞ്ഞു കുട്ടികൾ, രോഗശൈലിയിൽ കിടക്കുന്ന ആളുകൾ, അങ്ങനെ ചില കാറ്റഗറിയിലുള്ള ആളുകൾക്ക് അവരുടെ മാനുഷികമായ കഴിവിന്റെ കുറവുണ്ട് എന്ന് പറഞ്ഞാൽ ശാരീരികമായി അവർക്കത് സാധ്യമല്ല. അങ്ങനെ ചെയ്താൽ അത് വലിയ അപകടത്തിലേക്ക് അവരെ നയിക്കും. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ചിലപ്പോൾ ആണെങ്കിൽ വളരെ സൂക്ഷ്മത ആവശ്യമുള്ള ഒരു ജോലി ചെയ്യേണ്ടി വരുന്ന ഒരാൾ, ഇപ്പൊ ഒരു ആംബുലൻസ് ഡ്രൈവർ, അദ്ദേഹം ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉപവാസം എടുക്കൽ എളുപ്പമായിരിക്കില്ല. നോമ്പെടുക്കുന്നതിന്റെ തടസ്സമില്ല, ഉപവാസം എടുക്കൽ ചിലപ്പം ആൾക്ക് ചിലപ്പോൾ അന്ന് അങ്ങനെ വരുവാണെങ്കിൽ അപ്പൊ അദ്ദേഹം അതിനുവേണ്ടി സമയം മാറ്റി വെക്കണം എന്നുള്ളതാണ് ശരി. അപ്പൊ ഇങ്ങനെയുള്ള എക്സെപ്ഷൻസ് ഒക്കെ ഉണ്ട്. നമ്മൾ പലപ്പോഴും എക്സെപ്ഷൻസിലേക്ക് നോക്കുക എന്നതിനേക്കാൾ എന്തുമാത്രം സാധ്യമാണ് നോക്കുക എന്നുള്ളതാണ് ശരി. ഉദാഹരണത്തിന് കുഞ്ഞു കുട്ടികൾ നോമ്പെടുക്കേണ്ടതില്ല എന്ന് സഭ പറയുമ്പോഴും ചെറിയ കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കി അവർക്ക് കഴിയുന്നത് പോലത്തെ ഒരു നോമ്പെടുക്കൽ അവർ ശീലിപ്പിക്കുന്നതല്ലേ കുറച്ചുകൂടെ ഉചിതം. അപ്പം രോഗിയാണ്, എടുക്കാൻ പറ്റില്ല, എന്നാലും അവർക്ക് ചിലപ്പോൾ ചിലതെങ്കിലും ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പൊ എന്തുമാത്രം പറ്റുമെന്ന് ചിന്തിക്കുന്നതായിരിക്കും എങ്ങനെയുള്ള ആളുകൾക്കൊക്കെ പറ്റില്ല എന്നുള്ള എക്സെപ്ഷനെ കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാൾ നമ്മൾ പൊതുവിൽ ചിന്തിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഞാനത് പറയാൻ തന്നെ കാരണം പലപ്പോഴും പല ആളുകൾ ഈ എക്സെപ്റ്റഡ് കാറ്റഗറിയിൽ ഞാൻ വരുമോ, അങ്ങനെ രക്ഷപ്പെട്ടല്ലോ എന്ന് പോലും ചിന്തിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ അവര് സംതൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്ന വെറുതെ ഒരു മനസാക്ഷി കടിയെയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ നോമ്പെടുത്തില്ലല്ലോ ദൈവമേ, ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി ഞാൻ ഈ കാറ്റഗറിയില്ല, സോ ഇറ്റ്സ് ഓക്കെ എന്ന് പറയാനുള്ള ശ്രമം നടത്താറുണ്ട്. അതിനെ കുറച്ചുകൂടെ ആന്തരികമായിട്ട് കണക്കാക്കുക, കുറെ കൂടെ വിശാലമായിട്ട് കണക്കാക്കുക. എന്തോരം സാധിക്കുമോ അത്രയും ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരും ശ്രമിക്കുന്ന. ഇപ്പൊ പ്രായമായവർക്ക് എക്സെപ്ഷൻ ഉണ്ട്, പക്ഷെ അവർക്ക് പോലും ഒരുപക്ഷെ പലപ്പോഴും നല്ല പ്രായമായ അമ്മച്ചിമാരൊക്കെയാ കൂടുതൽ നന്നായിട്ട് നോമ്പെടുക്കുന്നത്. അപ്പൊ അവരങ്ങനെ മാറ്റി നിർത്തേണ്ട കാര്യമില്ല, അവരവരുടെ ആത്മശുദ്ധീകരണത്തിന് അവർക്ക് കഴിയുന്നവർ ചെയ്യട്ടെ എന്ന് കരുതുന്നത് കുറച്ചുകൂടി ഉചിതമായിരിക്കും. പക്ഷെ അതുപോലെ തന്നെ നമുക്കറിയാം, നോമ്പിന്റെ കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ വിശ്വാസികൾ പ്രാർത്ഥിക്കുന്നത്, കുമ്പസാരിക്കുന്നത്. അതോടൊപ്പം തന്നെ പള്ളിയിലാണെങ്കിലും മുഴുവൻ ആൾക്കാർ ഇടദിവസങ്ങളിലൊക്കെ കുർബാനയ്ക്ക് വരുന്നതൊക്കെ ഈ നോമ്പിന്റെ ദിവസങ്ങളിലാണ്. അപ്പൊ ഈ നോമ്പിന്റെ ദിവസങ്ങളിൽ കൂടുതൽ പ്രാർത്ഥിക്കുന്നതിന്റെ ഒരു ഫലങ്ങള് അത് നമുക്ക് എങ്ങനെ അത് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട്, ആ ഒരു ചൈതന്യം നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധാരണ വിശ്വാസികൾക്ക് സാധിക്കും എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമുക്ക് പൊതുവിൽ നമുക്കറിയാലോ, ആളുകളെല്ലാവരും ഈ ലോകത്തിന്റെ വ്യാപാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മളെല്ലാം ജീവിക്കുന്നത്. സ്വാഭാവികമായും നമ്മളറിയാതെ നമ്മളിങ്ങനെ ക്ഷയിച്ചുകൊണ്ടിരിക്കും. ഉദാഹരണത്തിന് നമ്മളൊരു ഫുഡ് കഴിക്കുന്ന പോലെ തന്നെ ഒരു ഭക്ഷണം, നമ്മൾ രാവിലെ പ്രഭാത ഭക്ഷണം കഴിച്ചു, ഉച്ചയാകുമ്പോഴത്തേക്ക് നമുക്ക് വിശക്കും, അപ്പൊ ഉച്ചയ്ക്ക് വീണ്ടും കഴിക്കുന്നു, വൈകുന്നേരം ആകുമ്പോഴത്തേനും വിശക്കും, വൈകുന്നേരം വീണ്ടും കഴിക്കുന്നു, ഇതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ തിരിച്ചൊന്ന് മാറി ഒന്ന് ആലോചിച്ച് നോക്കിയാലേ ഇതിപ്പോ എന്താ കാര്യമുള്ളത്, ഇങ്ങനെ കഴിക്കുന്നു, അത് തീർന്നു പോകും. ഒരു കഴിഞ്ഞ നോമ്പ് നന്നായിട്ട് എടുത്താൽ പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്റെ കാര്യം ഇങ്ങനെയായി, ഇതുകൊണ്ട് എന്താ കാര്യം എന്ന മട്ടിലൊക്കെ ആളുകൾ ചിന്തിക്കാറുണ്ട്.
നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമുക്ക് കോൺസ്റ്റന്റ് നറിഷ്മെന്റ് ആവശ്യമുണ്ട്. നമ്മൾ ഈ ഭക്ഷണം കഴിക്കുന്ന പോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, എനർജി ഉണ്ടാവുന്നു, പിന്നെ ക്ഷയിച്ചു പോകുന്നു. ഇത് സംഭവിക്കും. അങ്ങനത്തെ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം പക്ഷെ അതിനെക്കുറിച്ച് നമ്മൾ ഒത്തിരി ആകുലപ്പെടേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ചെറുപ്പം മുതൽ ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു അർത്ഥമില്ലാത്ത മീനിങ്ലെസ് പരിപാടി എന്ന് നമ്മൾ പറയേണ്ട കാര്യമില്ല. കാരണം അന്നുണ്ടായിരുന്നതിനേക്കാൾ നമ്മളറിയാതെ നമ്മൾ ഗ്രാജുവൽ ആയിട്ട് വളർന്നു. അപ്പൊ ഈ നോമ്പുകൾ നമ്മൾ ആവർത്തിച്ച് അവരുടെ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പം നമ്മളറിയാതെ ഗ്രാജുവലായിട്ട് വളരും. ആ വളർച്ച ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി മാത്രമല്ല, നമ്മളറിയാതെ ഇത് വളരും. കുറച്ച് നമ്മൾ അവെയർ ആണെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ വളരും. ഒരു നോമ്പുകാലം കഴിയുന്നു. നോമ്പുകാലം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ചൈതന്യത്തെ സാധാരണ ഒരു നോമ്പില്ലാത്ത അതിന് മുമ്പുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലേക്കാൾ കുറച്ചുകൂടെ നന്നായി നമുക്കത് ജീവിക്കാൻ പറ്റിയ നമ്മൾ കുറച്ചുകൂടെ വളർന്നിട്ടുണ്ട്. അപ്പം നമ്മളെ ഒന്ന് പരിശീലിപ്പിച്ച് വിടുന്ന ഒരു സമയമാണ് ഈ നോമ്പുകാലം. പരിശീലിപ്പിക്കപ്പെട്ടതിനെ ഒന്ന് യൂട്ടിലൈസ് ചെയ്യുകയും അതിൻ്റെ കൂടെ ഒന്ന് നടക്കുകയും ചെയ്താൽ നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ വളരാൻ പറ്റും. അപ്പം അങ്ങനെ ഈ തീർത്ഥാടക സഭയിലായിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ പടിപടിയായി വളർന്ന് പോകണമെന്നാണ്. ഒറ്റ ദിവസം കൊണ്ട് മുഴുവനും പരിപൂർണതയിലേക്ക് വരികയല്ല. ഇനി അങ്ങനെ എത്തിയാൽ പോലും പരിപൂർണത പ്രാപിക്കാത്ത ഒത്തിരി മനുഷ്യർ ഭൂമിയിലുണ്ട്. അവർക്ക് വേണ്ടി കൂടി നമ്മൾ നോമ്പെടുക്കാൻ ബാധ്യസ്ഥരാണ്. അച്ഛാ, ഈ നോമ്പെടുക്കുന്നതും അതോടൊപ്പം തന്നെ ഈ ദണ്ഡവിമോചനവും, നോമ്പും ദണ്ഡവിമോചനവും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതെന്താണ്? അതൊരു പ്രധാനപ്പെട്ട ഏരിയയാണ്. അതായത് അതിൻ്റെ ഒരു തിയോളജിക്കൽ കോറാണ്. പല ആളുകളും അതിനെക്കുറിച്ച് അത്ര അവെയറല്ലെന്നുള്ളത് സത്യമാണ്. ഈ ദണ്ഡവിമോചനം എന്ന് പറഞ്ഞാൽ ഇൻ്റലിജൻസ്. അതെന്താണെന്ന് ചോദിച്ചാൽ, മോചിക്കപ്പെട്ട പാപങ്ങളുടെ താൽക്കാലിക ശിക്ഷയിൽ നിന്ന് പരിശുദ്ധ സഭ ഈ ഭൂമിയിൽ തരുന്ന വിടുതലാണ് ദണ്ഡവിമോചനം എന്ന് പറഞ്ഞത്. അപ്പൊ താൽക്കാലിക ശിക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ്? നിത്യശിക്ഷയുണ്ട്, താൽക്കാലിക ശിക്ഷയുണ്ട്. നിത്യശിക്ഷ എന്ന് പറഞ്ഞാൽ നരകമാണ്. താൽക്കാലിക ശിക്ഷ എന്ന് പറയുന്നതിന് ഒരു ശിക്ഷയെന്ന് വിളിക്കുന്നതിനേക്കാൾ പ്യൂരിഫിക്കേഷൻ എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി ശരി. എന്ന് വെച്ചാൽ ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞ ഒരു, ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ ഒരു വഴിയിൽ നിന്നിരുന്ന ഒരു ചെറിയ തണൽമരം ഉണ്ടായിരുന്നു. ഞാനത് പോയിട്ട് വെട്ടിക്കളഞ്ഞു. അപ്പം പക്ഷെ എനിക്ക് പിന്നീട് പശ്ചാത്താപമൊക്കെ തോന്നി. ഞാൻ പോയിട്ട് ഒത്തിരി പേർക്ക് തണൽ കിട്ടിയിരുന്നായിരുന്നൊക്കെ ഓർത്ത് ഞാൻ ദുഃഖിക്കുകയും അതിന്റെ അതോറിറ്റീസിനോട് പോയിട്ട് സോറി പറയുക. അപ്പൊ ആ ഒരു മരമല്ല പോട്ടെ എന്ന് പറഞ്ഞ് വിടുകയും ക്ഷമിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ആ മരത്തിന്റെ അഭാവം അവിടെ നിൽക്കുവാണ്. എന്ന് വെച്ചാൽ അത് തരേണ്ട നന്മകൾ കിട്ടിയിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു കുറവ് ഈ പ്രപഞ്ചത്തിൽ എല്ലാ തിന്മയും വരുത്തി വെക്കുന്നുണ്ട്. അപ്പം അതിന്റെ പരിഹാരമാണ് ശരിക്കും ഈ ദണ്ഡവിമോചനം. ദണ്ഡനം എന്ന് പറഞ്ഞ ശിക്ഷ, ദണ്ഡനത്തിൽ നിന്നുള്ള മോചനം. അപ്പൊ അത് നമ്മൾ ഭൂമിയിൽ പൂർത്തീകരിച്ചില്ലെങ്കിൽ, അത് നമ്മൾ കുമ്പസാരിച്ചിട്ടാണ് മരിക്കുന്നതെങ്കിൽ, പാപമോചനത്തിലാണ് മരിക്കുന്നതെങ്കിൽ ശുദ്ധീകരണാവസ്ഥയിൽ അത് സ്വീകരിക്കേണ്ടി വരും. അതിന് ഈ ഭൂമിയിൽ വെച്ച് സ്വീകരിക്കാനുള്ള ഒരു സംവിധാനം ദണ്ഡവിമോചനമായിട്ട് സഭ നൽകിയിട്ടുണ്ട്. അപ്പം നമ്മളോട് ചിലപ്പം ഇങ്ങനെ ആവശ്യപ്പെടും, ഒരു തീർത്ഥകേന്ദ്രത്തിൽ പോയി അതിന്റെ പ്രധാന കവാടത്തിലൂടെ കുമ്പസാരിച്ചൊരുങ്ങി പരിശുദ്ധ കുർബാന സ്വീകരിച്ച് മാർപ്പാപ്പയുടെ നേതൃത്വത്തിലുള്ള പ്രാർത്ഥനയിൽ വിശ്വാസ കുർബാനമൊക്കെ ചൊല്ലി അതിലൂടെ പ്രവേശിക്കൂ. അപ്പോൾ നിന്റെ ഈ പാപങ്ങളുടെ കടങ്ങൾ ഇളവ് ചെയ്യപ്പെടും. അപ്പം എങ്ങനെയാണ് നമ്മളൊരു കവാടത്തിലൂടെ കടന്നു കഴിഞ്ഞാൽ ഇത്രയും വലിയ പാപങ്ങളുടെയൊക്കെ കുറവ് പരിഹരിക്കപ്പെടുന്നത്? ഇപ്പൊ ഉദാഹരണത്തിന് ചെറുതെന്ന് വിളിക്കാവുന്ന പാപങ്ങളില്ല. ഉദാഹരണത്തിന് നമ്മൾ ഒരാളെ ഒരു ചീത്തവാക്ക് വിളിക്കുന്നു, അത് കുഴപ്പമില്ല നമുക്ക് തോന്നും. ഈ വാക്ക് ഒരു വലിയൊരാളെ വിളിക്കുന്നെങ്കിലോ അതിന് ഗൗരവം കൊടുത്തില്ലേ? ശരിക്കും ആലോചിച്ച് നോക്കി, എല്ലാ പാപവും ദൈവത്തിനെതിരാണ്. ദൈവത്തിനെതിരായിരിക്കുക എങ്ങനെയാണ് ഒരു പാപം ചെറിയ പാപമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാ പാപവും വലിയ പാപമാണ്, മാരകമായ പാപങ്ങളാണ്. അപ്പം അവയ്ക്ക് നമുക്ക് എങ്ങനെയാണ് പരിഹാരം ചെയ്യാൻ പറ്റും? നമ്മുടെ ആത്മാവിനെ നഷ്ടപ്പെടുത്തുകയാണ്. പിന്നെ എങ്ങനെയാണ് ദൈവദാനമായ ആത്മാവ് നമുക്ക് എങ്ങനെ ജനറേറ്റ് ചെയ്യാൻ പറ്റും? നമുക്കത് പറ്റത്തില്ല. അപ്പം കടങ്ങൾ വീട്ടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. നമ്മളൊരു ആളുടെ നിന്ന് പണം മേടിച്ച് തിരിച്ചു വിട്ടുന്ന പോലെ അല്ല ഇത്. കടം വീട്ടുക എന്ന് പറഞ്ഞതൊട്ടും എളുപ്പമല്ല. അപ്പൊ ആ സമയത്ത് നമുക്ക് ഈ ചെറിയൊരു പ്രവൃത്തി, ഈ കവാടത്തിലൂടെ കടക്കുന്ന പോലത്തെ ഒരു പ്രവൃത്തി ചെയ്താൽ എങ്ങനെയാണ് ഇത് കിട്ടുന്നത്? ആനുപാതികമല്ലല്ലോ. ഇതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ, പരിശുദ്ധ സഭയിൽ കൃപയുടെ ഒരു നിക്ഷേപമുണ്ട്, ട്രഷറി ഓഫ് ഗ്രേസ് എന്ന് പറയുന്ന ഒരു കാര്യം. അതിനകത്താണ് ഈ നിഷ്കളങ്കരായ ആളുകളുടെ രക്തസാക്ഷിത്വം, വിശുദ്ധരുടെ സത്പ്രവൃത്തികൾ, ഇങ്ങനെ തുടങ്ങുന്ന അവർ അർഹിക്കാത്ത പീഡകൾ ഏറ്റെടുത്ത ആളുകളുടെ സഹനങ്ങളുടെ ബാക്കിയുണ്ട്. അത് പരിശുദ്ധ സഭ ഒരു കുടുംബമായതുകൊണ്ട്, മിശിഹായുടെ ഒറ്റ ശരീരമായതുകൊണ്ട് അതിൽ നിലനിൽക്കും. അപ്പൊ അങ്ങനെ ഒരു ട്രഷറി പരിശുദ്ധ സഭയ്ക്കുണ്ട്. അപ്പം പാപിയായ ഒരു മനുഷ്യൻ അനുതാപിച്ചിട്ട് ഈ ദണ്ഡവിമോചനം തനിക്ക് പറ്റുന്ന പ്രവൃത്തികൾ ചെയ്ത് പ്രാപിക്കുമ്പം അതിന്റെ ഒത്തിരി ബാക്കി കിടക്കുകയാണ്. അത് സഭ എന്താ ചെയ്യുക വെച്ചാൽ, ഈ ശേഖരത്തിൽ നിന്ന്, ഈ ട്രഷറിയിൽ നിന്ന് ഇയാൾക്കുള്ളത് കൊടുത്താണ് അയാളെ ശുദ്ധീകരിക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ ഓരോരുത്തരും ദണ്ഡവിമോചനം പ്രാപിക്കുമ്പം ഈ ട്രഷറിയിൽ നിന്ന് നമ്മൾ സ്വീകരിക്കുന്നവരാണ്. എന്ന് വെച്ചാൽ നിഷ്കളങ്കരായ ആളുകളുടെ സഹനത്തിന്റെ ഫലങ്ങൾ നമ്മുടെ ശിക്ഷയ്ക്കായി, പരിഹാരത്തിനായി നമ്മൾ സ്വീകരിക്കുന്ന. അങ്ങനെ സ്വീകരിക്കുന്ന ഒരാൾക്ക് കഴിയുന്നിടത്തോളം എങ്കിലും ആ ട്രഷറിയിലേക്ക് തിരികെ വെക്കാനുള്ള ഉത്തരവാദിത്വം കൂടെ ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് വിശുദ്ധനായിരിക്കുന്ന ഒരാളെടുക്കുന്ന ഉപവാസത്തിന് വലിയ അർത്ഥമുണ്ട്. നമ്മളെല്ലാവരും ഉപവാസം എടുക്കാൻ കടപ്പെടുകയും ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് സ്വീകരിക്കുന്നവരാ. ഇപ്പം ഒരു കൊച്ച് അപ്പന്റെ അധ്വാനം കൊണ്ട് സ്വീകരിച്ച് വളർന്നാൽ
അപ്പൻ്റെ വാർദ്ധക്യത്തിലോ അല്ലെങ്കിലോ അപ്പന് തിരിച്ചു കൊടുക്കാനുള്ള ഒരു ധാർമ്മിക ഉത്തരവാദിത്വം ആ കൊച്ചിനുണ്ടല്ലോ. അതുപോലെ തന്നെ ഈ സ്വീകരിക്കുന്ന നന്മകൾക്ക് ആനുപാതികമായി സഭയുടെ ട്രഷറിയിലേക്ക് തിരികെ കൊടുക്കാനുള്ള ഒരു ധാർമ്മിക ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മളെ കടപ്പെടുത്തുന്നുണ്ട്. ഈ നോമ്പെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ കാര്യമായി തന്നെ കടപ്പെടുത്തുന്നുണ്ട്. വളരെ കുറച്ച് സമയമാണ് നമ്മൾ സംസാരിച്ചത്. പക്ഷേ ആ ഒരു കുറച്ച് സമയത്തിനുള്ളിൽ സാധാരണക്കാരുടെ ഒത്തിരിയേറെ സംശയങ്ങൾക്ക് അച്ഛൻ മറുപടി പറയുകയുണ്ടായി. അപ്പോൾ ഒരു വ്യക്തിയല്ല, മറിച്ച് സഭാഗാത്രമാണ് നോമ്പെടുക്കുന്നത്. അതിലൂടെ ഒരു വ്യക്തി കൂടുതലായിട്ട് സഭയോട് ചേർന്നിരിക്കുന്നു, വിശുദ്ധീകരിക്കപ്പെടുന്നു. അപ്പോൾ നമ്മുടെ എല്ലാം ഉത്തരവാദിത്തമാണ് നോമ്പെടുത്ത് സഭയോട് ചേർന്ന് നിൽക്കുക എന്നുള്ളത്. അപ്പം തീർച്ചയായും ഇത്രയും കാര്യങ്ങൾ നമ്മളോട് സംസാരിച്ച അച്ഛന് ഒത്തിരി നന്ദി പറയുന്നു.